അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ വ്ളോഗുമായിട്ടാണ്. ഇന്നിവിടെ നല്ല മഴയായിരുന്നു. മഴയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്. ഇത് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദിൻ്റെ ഗ്രാൻഡ് മോസ്ക് ആണ്. അതിൻ്റെ പണി പൂർത്തിയാകുന്നുള്ളൂ. അത് റണ്ണിങ് ആവുന്നേ ഉള്ളൂ ഗ്രാൻഡ് മോസ്ക്. ഞാൻ ഒരു ഇൻഫ്രാറെഡ് കുക്കർ മേടിച്ചു. അപ്പോൾ ഞാനതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ലുലു എന്നാണ് മേടിച്ചത്. ഇത് അലൈനിലുള്ള കുവൈത്താത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ലുലു ആണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടേക്ക് നേരെ ചെന്നിരുന്നു. ഓൾറെഡി ഞങ്ങൾ നോക്കി വെച്ചിരുന്നു ഓൺലൈനിൽ. അപ്പോൾ പിന്നെ നേരെ ഡയറക്റ്റ് അങ്ങോട്ടാണ് ചെന്നത്. എന്നിട്ടപ്പോൾ അത് മേടിക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് പോണ വഴിയിലും കുറച്ച് വീഡിയോസ് എടുത്തു മാത്രം. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ലുലു ആട്ടോ. അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം ഏറ്റവും നല്ലൊരു വലുപ്പമുള്ള ലുലു ആണിത്. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് തന്നെ നടക്കാം. അധികം തിരക്കൊന്നും ഉണ്ടാവാറില്ല ഈ ലുലുവിൽ. ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തൊക്കെ നടക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ ഈ ലുലു തന്നെയാണ് പോവാറ്. പിന്നെ ഇപ്പോൾ കോവിഡൊക്കെ ആയ കാരണം പുറത്തേക്ക് ഇറങ്ങലൊക്കെ വളരെ റെയറാണ്. പിന്നെ ഇതും ഒരു അത്യാവശ്യമായതുകൊണ്ടാണ് മേടിക്കാനായിട്ട് പുറത്തിറങ്ങിയത്. കയറുമ്പോൾ കമ്പൾസറി ആയിട്ടും മാസ്കും അതുപോലെ തന്നെ ഗ്ലൗസും നമ്മൾ ധരിച്ചിരിക്കണം ഇവിടെ കയറുമ്പോൾ. അതുപോലെ തന്നെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ അകത്തേക്ക് കയറ്റുന്നതും. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിലാണ് നമുക്ക് ഇലക്ട്രോണിക് സെക്ഷൻസ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് തന്നെ നേരെ പോവാം. ഇവിടെ ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം ഓഫറും വരാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിനിപ്പോൾ ഓഫറൊന്നും വന്നിരുന്നില്ല. പക്ഷേ കുറച്ച് നാളായി മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ മേടിക്കാനായിട്ട് വന്നതാണ്. ഞങ്ങൾ ഓൾറെഡി ഓൺലൈനിലൊക്കെ അത് നോക്കി വെച്ചിരുന്നു. ഞാൻ പ്രസ്റ്റീജിൻ്റെയാണ് മേടിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറല്ല, ഇത് ഇൻഫ്രാറെഡ് കുക്കറാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഇൻഫ്രാറെഡ് കുക്കർ. അതൊക്കെ എന്തായാലും ഒരു പ്രൊഡക്റ്റ് റിവ്യൂ പോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നോക്കി വെച്ചിരുന്നത്. അതിവിടെ സ്റ്റോറിലുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മേടിച്ചു. പ്രസ്റ്റീജിൻ്റെതാണ് ഇത്. 2000 വാട്ടിൻ്റെ ഇൻഫ്രാറെഡ് കുക്കറാണ്. അപ്പോൾ നമ്മളത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ബില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോണ വഴിക്ക് കുറച്ച് വീഡിയോസും കൂടി കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാ ഈ ലുലുവിൻ്റെ ഒരു കംപ്ലീറ്റ് കവർ ചെയ്തൊരു വീഡിയോ എന്തായാലും ഒരു ദിവസം ചെയ്യാം. ഒന്ന് ഫ്രീ ആവുമ്പോൾ. അത്യാവശ്യം നല്ലോണം കാണാൻ തന്നെ ഉണ്ട് ഈ ലുലു. കാരണം ഡ്രസ്സിൻ്റെ സെക്ഷൻസും അതുപോലെ തന്നെ എല്ലാം ഉണ്ട് ഇതിൽ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ലുലു തന്നെയാണ്. മാത്രമല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ബില്ലിംഗ് സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാം. ഇവിടെ നിന്ന് യൂസ് ചെയ്തിരുന്ന ഗ്ലൗസൊക്കെ ഇവിടെ തന്നെ വേസ്റ്റിലിട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് കിടക്കാം. അതുപോലെ തന്നെ സാനിറ്റൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഷോപ്പിൻ്റെ പുറത്തേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ഇതാണ് ലുലുവിൻ്റെ പാർക്കിങ്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് പാർക്കിങ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ആണ്. പാർക്കിംഗ് കിട്ടാത്തൊരു ബുദ്ധിമുട്ട് ഇവിടെ വരാറില്ല.
ഇത് നിങ്ങൾക്കറിയാലോ അലൈൻ എന്ന് പറഞ്ഞാൽ അത്ര ക്രൗഡഡ് പ്ലേസ് ഒന്നല്ലല്ലോ. അപ്പോൾ നല്ല പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള ലുലുവാണിത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, പ്രസ്റ്റീജിൻ്റെ ഇൻഫ്രാറെഡ് കുക്കർ. ഇൻഡക്ഷൻ കുക്കർ പോലെ തന്നെ, പക്ഷേ എന്നിരുന്നാൽ കൂടിയും അതിനേലും കുറച്ചും കൂടി ഓപ്ഷൻസും കാര്യങ്ങളും ഇതിലുണ്ട്. ഓപ്ഷൻസ് ഉദ്ദേശിച്ചത് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ നമുക്കതിൻ്റെ പറ്റിയിട്ടുള്ള സ്റ്റീലിൻ്റെ, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വെസൽസ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു ഇൻഫ്രാറെഡ് കുക്കറിലാണെങ്കിൽ നമുക്ക് എല്ലാ വെസൽസും യൂസ് ചെയ്യാം. അലുമിനിയം ആയിക്കോട്ടെ, നോൺ സ്റ്റിക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്റ്റീൽ ആയിക്കോട്ടെ, എല്ലാ വെസൽസും ഇതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല 1 ഇയർ സർവീസ് വാറൻറ്റി കൂടിയുണ്ട് ഈ പ്രൊഡക്റ്റിന്. അപ്പോൾ നമുക്കിതിൽ സാധാ കുക്ക് ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യാം. സ്റ്റീം ചെയ്യാം, സൂപ്പ്, അതുപോലെ തന്നെ ഫ്രൈ, കറി എന്ത് വേണമെങ്കിലും ഇതിൽ വെക്കാം. അതുപോലെ തന്നെ ഞങ്ങൾ നെറ്റിലൊക്കെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇൻഡക്ഷൻ കുക്കറിനേലും പവർ കൺസംഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ് ഇതിന്. ഇത് 2000 വാട്ടിൻ്റെ ഒരു ഇൻഫ്രാറെഡ് കുക്കറാണ്. അപ്പോൾ ശരിക്കും ഇത് യൂസ്ഫുള്ളായിരിക്കും. മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസൊക്കെ തീർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു സ്പെയറിന് ഉള്ളത് നല്ലതാണ്. കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഫുഡിൽ എപ്പോഴും ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിലുള്ള വേറൊരു സ്പെഷ്യൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ BBQ, അതായത് ബാർബിക്യൂ ചിക്കനൊക്കെ നമുക്ക് നേരിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഓവനിലൊക്കെ വെക്കുന്ന അതേപോലെ തന്നെ ഇതിൽ നേരിട്ട് നമുക്ക് ബാർബിക്യൂ ചിക്കനൊക്കെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് കറണ്ടൊന്നും ഇതിനാവേ ഇല്ല. പിന്നെ ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും കിച്ചണിൽ ഒരുപാട് ഹീറ്റൊന്നും നിൽക്കില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞതിന് 1 ഇയർ സർവീസ് വാറൻറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫ്രാറെഡ് കുക്കർ എന്ന് പറയുന്നത്. അവിടെ വെച്ച് അവർ ട്രയൽ റണ്ണൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് അത് ഓപ്പൺ ചെയ്ത് റൺ ചെയ്ത് നോക്കുന്നത്. ഇതിൽ സ്റ്റീമിങ്, ഹീറ്റിംഗ്, BBQ, അതുപോലെ തന്നെ വാം, കറി, പിന്നെ സ്റ്റിയർ ഫ്രൈ, ഇത്രയും ഓപ്ഷൻസാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ ഓൺ ഓർ ഓഫ് പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഫങ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണിത് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇതിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്, കൂട്ടാനും കുറയ്ക്കാനായിട്ടൊക്കെ. പിന്നെ ഇതിൽ ടൈമർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇത്ര ടൈം വരെ അത് ബോയിൽ ചെയ്യാം. അതിൻ്റെ ടൈമിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് പിള്ളേരൊക്കെ അതിൻ്റെ ഇടയിൽ തൊട്ടിട്ട് അതിൻ്റെ ഓപ്ഷൻസ് ഒന്നും മാറിപ്പോകാണ്ടിരിക്കാനായിട്ട് ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഫങ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ അതിൽ 2000 ആണ് കാണിക്കുക. പിന്നെയും ക്ലിക്ക് ചെയ്താൽ അതിൽ ഓരോ ഓപ്ഷൻസിലേക്ക് പോകും. ഇതിൽ ഫങ്ഷൻസിൽ ഓരോന്നിൽ വീണ്ടും ക്ലിക്ക് ചെയ്തോറും അടുത്ത ഓപ്ഷൻസിലേക്ക് പോകും. അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചറാണ് അവരതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ടല്ലേ? ഇപ്പോൾ ഓരോന്നിനും ഓരോ ഓപ്ഷനാണ്. പിന്നെ നമുക്കത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതാണ് അതിൻ്റെ പ്ലസ് ഓപ്ഷൻ. അതുപോലെ തന്നെ ഈ മൈനസ് ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞും വരും. അപ്പോൾ നമുക്ക് ഓരോന്നിന് എന്താണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് മാറ്റാം. അല്ലെങ്കിൽ 2000 വാട്ടിൽ തന്നെ ഇട്ടിട്ട്
നമുക്ക് കുറച്ചോ കൂട്ടിയോ കൊടുക്കാം. ഇതാണ് അതിൻ്റെ ടൈമർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കും. അത് നമുക്ക് ടൈമർ കൂട്ടി വെക്കാം, കുറച്ചും വെക്കാം. അപ്പോൾ അത് 5 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അതുപോലെ തന്നെ ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. അപ്പോൾ പിന്നെ ലോക്കാവും. പിന്നെ ഇതിൽ ഏത് ഓപ്ഷനിൽ തൊട്ടാലത് ആവില്ല. വീണ്ടും ലോക്കിൽ തന്നെ തൊട്ട് കഴിയുമ്പോഴാണ് അത് മാറുക. അപ്പോൾ അതാണ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന് നല്ലൊരു ഹീറ്റ് നിൽക്കണ്ടാവും പുറത്ത്. അപ്പോൾ നമ്മൾ ആ ഒരു ഹോട്ടെന്ന് എഴുതി കാണുന്നത് നിർത്തി അതിൻ്റെ ഫാൻ ഓഫ് ആയതിന് ശേഷം മാത്രം നമ്മൾ അതിൻ്റെ പവർ ഓഫ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം അതിൻ്റെ ഫാനൊന്ന് കറങ്ങി അതിൻ്റെ ഹീറ്റൊക്കെ ഒന്ന് പുറത്തേക്ക് പോകണം. അതിന് ശേഷം മാത്രം നമ്മൾ പവർ ഓഫ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഈ പ്ലേറ്റിന് ശരിക്കും നല്ലൊരു ഹോട്ടാണ്, കൈ കൊണ്ട് തൊടാനൊന്നും പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.